ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കോണിക് സെക്ഷൻ എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 കോണിക്കുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു: സർക്കിള്, പരാബള, എലിപ്സ്. ഇനി 4-മത്തേലേക്ക് ഹൈപ്പർബള. ഹൈപ്പർബള എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഒരു കോണിൻ്റെ ഒരു സെക്ഷനായിട്ട്, അഥവാ 2 ഭാഗത്തേക്കും ഓരോ കഷ്ണങ്ങൾ വരത്തക്ക രൂപത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു കഷ്ണങ്ങൾ ഇപ്പുറത്തേക്കും വരും, ഒന്നിങ്ങനെ ഇപ്പുറത്തേക്കും വരും. അപ്പോൾ ഹൈപ്പർബളക്ക് 2 ഭാഗങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഹൈപ്പർബളയുടെ ഷേപ്പ് അങ്ങനെ വരിക. ഇനി എന്താണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എലിപ്സിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷനായിട്ട് ദ സെറ്റ് ഓഫ് ആൾ പോയിൻറ്റ്സ് ദ സം ഓഫ് whose ഡിസ്റ്റൻസസ് ഫ്രം 2 ഫിക്സഡ് പോയിന്റ് കാൾഡ് ഫോസൈ ഈസ് ആൾവേസ് എ കോൺസ്റ്റൻറ്റ്. 2 ഫിക്സഡ് പോയിന്റുകളിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സമ്മ് ഒരു കോൺസ്റ്റൻ്റ് ആവുമെന്നാണ് എലിപ്സിൽ പറഞ്ഞത്. എന്നാൽ ഹൈപ്പർബളയിൽ ഇവിടെയുണ്ട് 2 ഫിക്സഡ് പോയിന്റുകൾ, F1 F2. F1 F2 എന്ന് എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ദേ ആർ കാൾഡ് ഫോസൈ, 2 ഫോക്കസുകൾ. ഇനി എന്താണ് ഹൈപ്പർബളയുടെ പ്രത്യേകത? ഈ പറയുന്ന ഫോക്കസിൽ നിന്ന് ആ ഹൈപ്പർബളയിലെ ഏതൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എലിപ്സിൽ സം ഓഫ് ദ ഫോക്കൽ ഡിസ്റ്റൻസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ ഡിഫറൻസ് ഓഫ് ദ ഫോക്കൽ ഡിസ്റ്റൻസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഹൈപ്പർബളയിലെ പോയിന്റ് ഈ ഭാഗത്തെടുക്കാം P. അപ്പോൾ F2P മൈനസ് F1P ഈസ് എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി അതല്ല, ഇവിടെ ഒരു പോയിന്റ് എടുത്ത് വിചാരിച്ചോ, ഇത് P1 ഇത് P2 ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ F1P2 മൈനസ് F2P2 ഈസ് എ കോൺസ്റ്റൻറ്റ്. വലുതെന്ന് ചെറുത് കുറക്കുക. പോയിന്റ് ഇവിടെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് വലുതും ഇത് ചെറുതുമായിരിക്കും. പോയിന്റ് ഇപ്പുറത്താണെങ്കിൽ ഈ ഡിസ്റ്റൻസ് വലുതും ഇത് ചെറുതുമായിരിക്കും. എന്നാലും വലുതെന്ന് ചെറുത് കുറക്കുക. അതിനവിടെ അങ്ങനെ പറഞ്ഞു ഡിഫറൻസ് ഓഫ് ദ ഫോക്കൽ ഡിസ്റ്റൻസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. നമുക്കത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: മോഡ് F1P മൈനസ് F2P ഈസ് എ കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റ് ഏതാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഡെഫിനിഷനിലെ വ്യത്യാസം മനസ്സിലായില്ലേ? എലിപ്സിലാവുമ്പോൾ F1P പ്ലസ് F2P ഈസ് എ കോൺസ്റ്റൻറ്റ്. ഹൈപ്പർബളയിലാവുമ്പോൾ F1P മൈനസ് F2P ഈസ് എ കോൺസ്റ്റൻറ്റ്. ഞാനിവിടെ ഒരു മോഡുലസ് കൊടുത്തത് ഏതാണോ വലിയ ഡിസ്റ്റൻസ് അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, ആ അർത്ഥത്തിൽ. ഇതാണ് ഹൈപ്പർബളയുടെ ബേസിക് ഡെഫിനിഷൻ. മനസ്സിലായോ? ശരി. അപ്പോൾ ഞാൻ ഇവിടെ ബോർഡിലൊരു ഹൈപ്പർബള വരക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. 2 ഫിക്സഡ് പോയിന്റുകൾ കാൾഡ് ഫോസൈ F1 F2. ആ 2 ഫോക്കസുകളിൽ നിന്ന് ഹൈപ്പർബളയിലെ ഏതൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും നമ്മൾ മനസ്സിലാക്കി. ശരി, ഈ F1 F2വിനെ ജോയിൻ ചെയ്യാം. അതിൻ്റെ മിഡ് പോയിന്റിന് സെൻറ്റർ ഓഫ് ദ ഹൈപ്പർബള എന്ന് പറയും. സെൻറ്റർ നമ്മൾ ഇതേ ഡെഫിനിഷൻ തന്നെയാണ് എലിപ്സിലും പറഞ്ഞ്. നമുക്ക് എലിപ്സും ഹൈപ്പർബളയും തമ്മിൽ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വളരെ കൂടുതൽ സാമ്യമുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. ആ വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എന്താ ഇപ്പോൾ പറഞ്ഞ ഡെഫിനിഷനിലെ ഡിഫറൻസ്? എലിപ്സ് ആകുമ്പോൾ F1P പ്ലസ് F2P ഈസ് എ കോൺസ്റ്റൻറ്റ്. ഹൈപ്പർബള ആകുമ്പോൾ F1P മൈനസ് F2P ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ നമുക്ക് ഈ F1 F2വിൻ്റെ മിഡ് പോയിന്റ് ആണ് സെൻറ്റർ ഓഫ് ദ ഹൈപ്പർബള. ഇനി ഈ പറയുന്ന F1 F2 എന്നുള്ള ഫോക്കസിലൂടെ വരക്കുന്ന ലൈനിനെയാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത്. എന്താ പറയുക? ട്രാൻസ്വേഴ്സ് ആക്സിസ്. ദ ആക്സിസ് ത്രൂ ദ ഫോക്കസ്. എലിപ്സിൽ പറഞ്ഞിരുന്നത് മേജർ ആക്സിസ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ അതിൻ്റെ പേര് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്നാണ്. ഈ F1 F2വിൻ്റെ മിഡ് പോയിന്റ് ആണല്ലോ സെൻറ്റർ. ആ സെൻറ്ററിലൂടെ ട്രാൻസ്വേഴ്സ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് വരക്കുന്ന ലൈന്, ദാറ്റ് ഈസ് കാൾഡ് കോൺജുഗേറ്റ് ആക്സിസ്. കോൺജുഗേറ്റ് ആക്സിസ്. അപ്പോൾ അവിടുത്തെ മേജർ ആക്സിസ് ആണ്, ഇവിടെ പേര് മാറി ട്രാൻസ്വേഴ്സ് ആക്സിസ്. എലിപ്സിലെ മൈനർ ആക്സിസ് ഇവിടെ പേര് മാറി കോൺജുഗേറ്റ് ആക്സിസ്. എന്തുകൊണ്ടാണ് പേരിൻ്റെ മാറ്റം? ഈ മേജർ മൈനർ എന്നൊക്കെ പറയുമ്പോൾ മേജർ വലുതും മൈനർ ചെറുതുമാണ്.
എന്നാൽ ഇവിടെ ട്രാൻസ്വേഴ്സ് ആക്സിസ് വലുത്, കോഞ്ചുഗേറ്റ് ആക്സിസ് ചെറുതെന്നില്ല. അത് ഏത് വലുതും ഏത് ചെറുതും ആവാം. ഓക്കെ, എനിവേ ആക്സിസ് ത്രൂ ദ ഫോക്കസ്, ഫോക്കസിലൂടെയുള്ള ആക്സിസിനെയാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത്. ആ ട്രാൻസ്വേഴ്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെൻറ്ററിലൂടെയുള്ള ലൈനിനെയാണ് കോഞ്ചുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ട്രാൻസ്വേഴ്സ് ആക്സിസ് ഹൈപ്പർബോളയെ മീറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ് എ ഡാഷ്. ദേ ആർ കാൾഡ് വെർട്ടീസസ്. നേരത്തെ പറഞ്ഞത് തന്നെ മേജർ ആക്സിസ് എലിപ്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റാണ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ അവിടെ വെർട്ടീസസ് എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. എന്താ ഡിഫൈൻ ചെയ്യുന്നത്? ട്രാൻസ്വേഴ്സ് ആക്സിസ് നമ്മളുടെ ഹൈപ്പർബോളയെ മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ എ ആൻഡ് എ ഡാഷ് ആർ കാൾഡ് വെർട്ടീസസ്. ഓക്കെ, ഇനി ദ ലെങ്ത് എ ഡാഷ്, എ ഡാഷ് എന്നുള്ള ലെങ്ത്തിന് that is called length of transverse axis. A dash, that is length of transverse axis. അങ്ങനെയാണെങ്കിൽ എന്താണ് ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ്? നമുക്ക് നോക്കാം. നമുക്ക് ഈ പറയുന്ന ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് സി എന്നെടുക്കാം. ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് സി. ഇപ്പോൾ ഇവിടെ ട്രാൻസ്വേഴ്സ് അലോങ് എക്സ് ആക്സിസ് ആണെങ്കിൽ ഈ ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് C0, മറ്റത് -C0. ഈ പറയുന്ന സെൻറ്റർ ഓഫ് ദ ഹൈപ്പർബോള അറ്റ് ദ ഒറിജിൻ ആണ്. അങ്ങനെയാണെങ്കിൽ മൈനർ ആക്സിസ് അലോങ് കോഞ്ചുഗേറ്റ് ആക്സിസ് അലോങ് വൈ ആക്സിസ് ആണ്. ഈ പറയുന്ന വെർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സ് A0, എ ഡാഷിൻ്റെ കോർഡിനേറ്റ്സ് -A0. ഓക്കെ, ഇനി കോഞ്ചുഗേറ്റ് ആക്സിസിൻ്റെ ലെങ്ത് മെഷർ ചെയ്യണം. അതിന് ഈ ലെങ്ത്താണ് സി എന്ന് പറയുന്നത്, ഫോക്കസിലേക്കുള്ള ലെങ്ത്. വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എ എന്ന് പറയുന്നത്. ഈ സിയും എയും അതുപോലെ ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ് 2b, അതിലെ ബിയും തമ്മിൽ ഇവിടെയുള്ള റിലേഷന് ഇവിടെ ഏറ്റവും വലുത് സി ആണ്. ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഏറ്റവും വലുത് സി. അപ്പോൾ ആ വലുതിൻ്റെ സ്ക്വയർ C² = A² + B². അങ്ങനെയാണ്. എലിപ്സിൽ എ ആയിരുന്നു വലുത്, അപ്പോൾ അവിടെ A² = B² + C². ഇവിടെ സി എന്നുള്ള ലെങ്ത്താണ് ഏറ്റവും വലുതായിട്ട് വരിക. അപ്പോൾ C² = A² + B². ഇതിൽ നമുക്ക് ബി കണ്ടെത്താം. B² = C² - A², B = √C² - A². അങ്ങനെ ആ ബി എന്നുള്ള ലെങ്ത് എത്രയാണെന്ന് കണ്ടെത്തുക. ആ ലെങ്ത് ഈ പറയുന്ന കോഞ്ചുഗേറ്റ് ആക്സിസിൽ മാർക്ക് ചെയ്യുക. ഈ ലെങ്ത് ബി ആണ്. അപ്പോൾ ഈ ബിയുടെ കോർഡിനേറ്റ്സ് വൈ ആക്സിസിലാവുമ്പോൾ 0b, നേരെ ഇപ്പുറത്ത് ബി ഡാഷ് ഉണ്ടായിരിക്കും 0 - b. അപ്പോൾ ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ് 2b, ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a, കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോസൈ ± C0, കാരണം ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈസ് അലോങ് എക്സ് ആക്സിസ്. അങ്ങനെ വരുമ്പോൾ കോഞ്ചുഗേറ്റ് ആക്സിസ് അലോങ് വൈ ആക്സിസ് വരുന്നു. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ കോഞ്ചുഗേറ്റ് ആക്സിസ് 0 ± b. ആ എയും ബിയും സിയും തമ്മിലുള്ള റിലേഷന് C² = A² + B². അപ്പോൾ നമ്മൾ ഈ ഹൈപ്പർബോളയ്ക്ക് എന്തെല്ലാം ഡിഫൈൻ ചെയ്തു? എലിപ്സിന് ഡിഫൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഡിഫൈൻ ചെയ്തു. 2 ഫോക്കസുകൾ F1 F2, അതുപോലെ 2 ആക്സിസുകൾ, പേര് മാറി മേജർ മൈനർ എന്ന് മാറ്റിയിട്ട് ട്രാൻസ്വേഴ്സ് കോഞ്ചുഗേറ്റ് എന്നാക്കി. ഈ പറയുന്ന ട്രാൻസ്വേഴ്സ് ആക്സിസ് അഥവാ ഫോക്കസിലൂടെയുള്ള ആക്സിസ് ഹൈപ്പർബോളയെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് എ ഡാഷ്. അതിൻ്റെ പേര് വെർട്ടീസസ് എന്ന് തന്നെ. ആ പേരൊക്കെ പഴയത് തന്നെ. ഇനി നമ്മൾ സെൻറ്റർ ഒറിജിനിലും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് എക്സ് ആക്സിസും കോഞ്ചുഗേറ്റ് ആക്സിസ് അലോങ് വൈ ആക്സിസുമായിട്ട് ഈ ഹൈപ്പർബോള കണക്കാക്കിയാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോസൈ ± C0, വെർട്ടീസസ് ഓഫ് ദ ഹൈപ്പർബോള ± A0, ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a, ലെങ്ത് ഓഫ് കോഞ്ചുഗേറ്റ് ആക്സിസ് 2b, റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി C² = A² + B². ഓക്കെ, ശരി. ഓക്കെ, എങ്കിൽ നമുക്ക് ഹൈപ്പർബോളയുടെ ഇക്വേഷനിലേക്ക് വരാം. നമ്മൾ എലിപ്സിൽ പഠിച്ച പോലെ ഇവിടെ 2 ടൈപ്പ് ഹൈപ്പർബോളകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് എക്സ് ആക്സിസ്, മറ്റൊന്ന് ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് വൈ ആക്സിസ്.
ഇപ്പം നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുള്ളത് ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ആണ്, സെൻറ്റർ അറ്റ് ദ ഒറിജിൻ ആണ്. ഇങ്ങനെയുള്ള കാണുന്ന ഈ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ അല്ല, മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് ആയിട്ടുള്ള എലിപ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. എങ്കിൽ ഈ കാണുന്ന ഫോക്കസ് എക്സ് ആക്സിൽ വരുന്ന ഹൈപ്പർബോളയുടെ ഇക്വേഷന് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇവിടെ പ്ലസ് ആയ അത് എലിപ്സിൻ്റെ ഇക്വേഷനായി. ഹൈപ്പർബോളയിലാകുമ്പോൾ ഇവിടെ മൈനസാണ്. എന്തുകൊണ്ട് മൈനസ് എന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അതിൻ്റെ ബേസിക് ഡെഫിനേഷന് F1p മൈനസ് F2p ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ്. ആ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2a. എലിപ്സിലാവുമ്പോൾ F1p പ്ലസ് F2p ഈസ് ഈക്വൽ ടു 2a. ഹൈപ്പർബോളയിലാവുമ്പോൾ F1p മൈനസ് F2p ഈസ് ഈക്വൽ ടു 2a. നോക്കുക, ഇതിൽ നിന്നാണ് ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഇതിൽ ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചാൽ നമ്മൾ എലിപ്സിൽ ചെയ്തിരുന്നത്. അതിൽ ആ പ്ലസ് ഉള്ളിടത്ത് മൈനസ് ആക്കിയിട്ട് ചെയ്താൽ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്ലസ് ആകുമ്പോൾ ഇവിടെയും പ്ലസ് വരും, ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ മൈനസ് വരും. അപ്പോൾ ഇതാണ് ആരുടെ ഇക്വേഷന്? ഹൈപ്പർബോളയുടെ ഇക്വേഷന്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. എന്താണ് ഈ ഹൈപ്പർബോളയുടെ പ്രത്യേകത? ഫോക്കസ് ഓൺ എക്സ് ആക്സിസ്, ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് എക്സ് ആക്സിസ്, സെൻറ്റർ അറ്റ് ദ ഒറിജിൻ. അതിൻ്റെ ഇക്വേഷനാണിത്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എലിപ്സിലാവുമ്പോൾ എ സ്ക്വയർ വലുതും ബി സ്ക്വയർ ചെറുതുമായിരുന്നു. ഹൈപ്പർബോളയിലാവുമ്പോൾ അങ്ങനല്ല. എ വലുതും ബി ചെറുതും ആവാം, ബി വലുതും എ ചെറുതും ആവാം. വേണമെങ്കിൽ എയും ബിയും ഈക്വൽ ആവാം. അങ്ങനെ എയും ബിയും ഈക്വൽ ആയിട്ടുള്ള ഹൈപ്പർബോളയ്ക്ക് ഒരു പ്രത്യേക പേര് പറയും, ഇക്വിലാറ്ററൽ ഹൈപ്പർബോള. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കുക. ഞാൻ എലിപ്സിൽ എ ആണ് ഏറ്റവും വലുത്, അതുകൊണ്ട് അവിടെ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയിരുന്നു. ഇനി എലിപ്സിൽ എയും ബിയും ഈക്വൽ ആയാൽ എന്ത് സംഭവിക്കും? ഈ ലെങ്ത്താണ് എ എന്ന് പറയുന്നത്, ഈ ലെങ്ത്താണ് ബി എന്ന് പറയുന്നത്. അവിടെ എ വലുതായിരിക്കണം, എയും ബിയും ഈക്വൽ ആവാൻ പാടില്ല. അഥവാ എയും ബിയും ഈക്വൽ ആയാൽ പിന്നെ അത് ആരായി എന്നറിയോ? ദാറ്റ് ഈസ് എ സർക്കിൾ. എയും ബിയും ഈക്വൽ ആയാൽ പിന്നെ അത് സർക്കിളായിട്ട് മാറും. അപ്പോൾ എലിപ്സിൽ എപ്പോഴും എ വലുതായിരിക്കണം, ബി ചെറുതായിരിക്കണം. എന്നാൽ ഹൈപ്പർബോളയിൽ അങ്ങനല്ല. എ വലുതോ ബി ചെറുത്, ബി വലുത് എ ചെറുതൊക്കെ ആവാം. അവിടെ ഒന്നുണ്ട്, എക്കാളും ബിയേക്കാളും ഒക്കെ വലുതാരാണ്? സി ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ ഡിസ്റ്റൻസ് സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം എക്കാളും ബിയേക്കാളും എല്ലാം കൂടുതലായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ബി ഡിഫൈൻ ചെയ്തത്? ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ആ ലെങ്ത്ത് ഇവിടുന്ന് അങ്ങോട്ട് മെഷർ ചെയ്യാണ്. സ്വാഭാവികമായിട്ടും അത് സിയേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ശരി. ഇനി രണ്ടാമതൊരു ഹൈപ്പർബോളയെ പരിചയപ്പെടുത്തി തരാം. ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് വൈ ആക്സിസ്. ഇതാ അതിൻ്റെ ഡയഗ്രാം. ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് വൈ ആക്സിസ്. ഫോക്കസ് ഓൺ വൈ ആക്സിസ്. F1 വൈ ആക്സിലാവുമ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് 0C, F2 0 മൈനസ് സി. വെർട്ടീസസ് എ 0A, എ ഡാഷ് 0 മൈനസ് എ. കോൺജുഗേറ്റ് ആക്സിസ് ബി ബി ഡാഷ്. ബിയുടെ കോർഡിനേറ്റ്സ് B0, ബി ഡാഷിൻ്റെത് മൈനസ് B0. ഇങ്ങനെ ഫോക്കസ് ഓൺ വൈ ആക്സിസ് വരുന്നത്, ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് വൈ ആക്സിസ് വരുന്നത്. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് സ്റ്റാൻഡേർഡ് ഹൈപ്പർബോള. അതിൻ്റെ ഇക്വേഷന് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, വൈ ആദ്യം വന്നാൽ ഫോക്കസ് ഓൺ വൈ ആക്സിസ്, അല്ല എക്സ് ആണ് ആദ്യം വരുന്നതെങ്കിൽ ഫോക്കസ് ഓൺ എക്സ് ആക്സിസ്. അങ്ങനെ വേണം ഇതിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കാൻ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഫോക്കസ് ഓൺ എക്സ് ആക്സിസ്.
വൈ ആണ് ആദ്യം വരുന്നത്. വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഫോക്കസ് ഓൺ വൈ ആക്സിസ്. അങ്ങനെ ഫോക്കസ് വൈ ആക്സിലാവുമ്പോൾ ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് പ്ലസ് ഓർ മൈനസ് C0 എന്ന് മാറിയിട്ട് 0 പ്ലസ് ഓർ മൈനസ് C, വെർട്ടീസസ് 0 പ്ലസ് ഓർ മൈനസ് A. ആ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർത്താൽ മതി. പിന്നെ ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എ ഡാഷ് ദാറ്റ്സ് ഈക്വൽ ടു 2a. ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് ബി ഡാഷ് ദാറ്റ്സ് ഈക്വൽ ടു 2b. പിന്നെ എക്സെൻട്രിസിറ്റി E ഈസ് ഈക്വൽ ടു C/A. നേരത്തെ ഡെഫിനിഷൻ തന്നെ. പക്ഷെ ഒരു ചെറിയ കാര്യം, ഹൈപ്പർബോളയിലാവുമ്പോൾ C വലുതും A ചെറുതുമാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1ൽ കൂടുതലായിരിക്കും. എന്നാൽ എലിപ്സിലായപ്പോൾ C ചെറുതും A വലുതുമായിരുന്നു. അപ്പോൾ C/Aയുടെ വാല്യൂ 1ൽ കുറവായിരിക്കും. അപ്പോൾ എലിപ്സിൽ Eയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഹൈപ്പർബോളയിൽ Eയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. എന്തായാലും എക്സെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല സെയിം ആണ്. E ഈസ് ഈക്വൽ ടു C/A. ഇനി ഒരാളെ കൂടെ പറയണം, ലാറ്റസ് റെക്റ്റം. എന്താ നമ്മൾ ലാറ്റസ് റെക്റ്റത്തിന് ജനറലായിട്ട് പറയുന്ന ഡെഫിനേഷൻ? ദാറ്റ് ഈസ് ദ ലൈൻ സെഗ്മെൻറ്റ് ത്രൂ ദ ഫോക്കസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ട്രാൻസ്വേഴ്സ് ആക്സിസ്. എലിപ്സിലാവുമ്പോൾ പെർപെൻഡിക്കുലർ ടു ദ മേജർ ആക്സിസ്, ഹൈപ്പർബോളയിലാവുമ്പോൾ പെർപെൻഡിക്കുലർ ടു ദ ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇതാണത് സാധനം. L ഡാഷ്, ദ ലൈൻ സെഗ്മെൻറ്റ് L ഡാഷ് ത്രൂ ദ ഫോക്കസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇനി ഇങ്ങനെയാണ് ഷേപ്പ് വിചാരിച്ചോ ഈ കേസ് വരുമ്പോൾ. അപ്പോൾ ഇതാണ് ലാറ്റസ് റെക്റ്റം through the focus and perpendicular to the transverse axis. The line segment L dash is called latus rectum, and the length of latus rectum is the same 2b square by a. എലിപ്സിൽ പറഞ്ഞ അതേ ഫോർമുല തന്നെയാണ് 2b square by a. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഏത് രണ്ടും തമ്മിൽ? എലിപ്സും ഹൈപ്പർബോളയും തമ്മിൽ. എന്തെല്ലാം വ്യത്യാസങ്ങൾ പറയാൻ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞ്? ഒന്ന്, ഇക്വേഷനിലെ ഡിഫറൻസ്. ഇക്വേഷനിൽ എലിപ്സിലാവുമ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഹൈപ്പർബോളയിലാവുമ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഡിഫറൻസ് നമ്പർ 1. രണ്ടാമത്തത്, എലിപ്സിലാവുമ്പോൾ ആരുടെ ഡിനോമിനേറ്ററാണോ വലുത് അവിടെയാണ് ഫോക്കസ്. ഹൈപ്പർബോളയിലാവുമ്പോൾ ആദ്യം എഴുതിയത് ഏതാണോ അതിലാണ് ഫോക്കസ്. എക്സ് സ്ക്വയർ ആണ് ആദ്യം എഴുതിയെങ്കിൽ ഫോക്കസ് ഓൺ എക്സ് ആക്സിസ്, വൈ സ്ക്വയർ ആണ് ആദ്യം എഴുതിയെങ്കിൽ ഫോക്കസ് ഓൺ വൈ ആക്സിസ്. പിന്നെ ഇതിലേതാണ് എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് ആലോചിച്ച് സമയം കളയേണ്ട. ആദ്യം എഴുതിയത് എ സ്ക്വയർ, രണ്ടാമത് എഴുതിയത് ബി സ്ക്വയർ. അത് ഏത് ഫോമിലാണെങ്കിലും ആദ്യം എഴുതിയത് എ സ്ക്വയർ, രണ്ടാമത് എഴുതിയത് ബി സ്ക്വയർ. എലിപ്സിൽ അങ്ങനെയല്ല, വലുത് എ സ്ക്വയർ, ചെറുത് ബി സ്ക്വയർ. ആ ഡിഫറൻസ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. പിന്നെ ആക്സിസുകളുടെ പേരിലുള്ള മാറ്റം. എലിപ്സിലാവുമ്പോൾ മേജർ മൈനർ എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ വലുത് ചെറുതെന്നുള്ളൊരു മീനിങ് വരരുത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് മാറി. ഫോക്കസിലൂടെയുള്ള ആക്സിസിനെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്നും സെക്കൻഡ് ആക്സിസിനെ കോൺജുഗേറ്റ് ആക്സിസ് എന്നും പറയുന്നു. ആ പേരിലുള്ള മാറ്റം. അതിൻ്റെ ലെങ്ത് ഒക്കെ സെയിം ആണ്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a, ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് 2b, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b സ്ക്വയർ ബൈ a, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോസൈ 2c, എക്സെൻട്രിസിറ്റി E ഈക്വൽ ടു C/A. ഇതെല്ലാം സെയിം ആണ്. പിന്നെ എലിപ്സിലാവുമ്പോൾ E ലെസ് ദാൻ 1 ആയിരിക്കും, ഹൈപ്പർബോളയാകുമ്പോൾ E ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഈ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് വീണ്ടും രണ്ട് ടൈപ്പ് ഹൈപ്പർബോളകളെ ക്ലിയർ ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഫോക്കസ് ഓൺ എക്സ് ആക്സിസ് വരുന്നതും ഫോക്കസ് ഓൺ വൈ ആക്സിസ് വരുന്നതും. നമുക്ക് ആ രണ്ട് ടൈപ്പ് ഹൈപ്പർബോളകളെ ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അതിൻ്റെ ഷേപ്പ് നമുക്കറിയാം. അതിന് രണ്ട് ഭാഗങ്ങൾ, ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടുമായിട്ട്. സെൻറ്റർ അറ്റ് ദ ഒറിജിൻ, ഫോക്കസ് ഓൺ എക്സ് ആക്സിസ്. വെർട്ടീസസ് എ ഡാഷ്, ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് ബി ഡാഷ്. അപ്പോൾ ഇതിലെന്തെല്ലാം നമുക്ക് പറയാൻ പറ്റും നോക്കിക്കോ. ഇതിൻ്റെ സെൻറ്റർ 0 0, ഫോസൈ പ്ലസ് ഓർ മൈനസ് C0, ഇത് C0, ഇത് മൈനസ് C0. വെർട്ടീസസ്
പ്ലസ് ഓർ മൈനസ് A0, ഇത് A0, A ഡാഷ് മൈനസ് A0. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2A, length of conjugate axis 2B, length of latus rectum 2B square by A, eccentricity E equal to C by A. ഇത്രയും കാര്യങ്ങൾ. ഇനി ഇതുപോലെ സെക്കൻഡ് ഹൈപ്പർബോള y സ്ക്വയർ ബൈ A സ്ക്വയർ മൈനസ് x സ്ക്വയർ ബൈ B സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. y ആണ് ആദ്യം എഴുതിയതെങ്കിൽ ഫോക്കസ് ഓൺ y ആക്സിസ്. അതിൻ്റെ ഫോക്കസുകളുടെ കോർഡിനേറ്റ്സ് 0C 0 മൈനസ് C, ഫോസൈ 0 പ്ലസ് ഓർ മൈനസ് C, വെർട്ടീസസ് A ഡാഷ് 0A 0 മൈനസ് A, വെർട്ടീസസ് 0 പ്ലസ് ഓർ മൈനസ് A. ബാക്കിയെല്ലാം സെയിം ആണ്. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ് 2A, length of conjugate axis 2B, length of latus rectum 2B square by A, eccentricity E equal to C by A. അതൊന്നും ഇവിടെ വീണ്ടും ആവർത്തിച്ച് എഴുതേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിക്കോ. എക്സ് സ്ക്വയർ ആദ്യം വരുമ്പോൾ ഫോക്കസ് ഓൺ എക്സ് ആക്സിസ്, വൈ സ്ക്വയർ ആദ്യം വരുമ്പോൾ ഫോക്കസ് ഓൺ വൈ ആക്സിസ്. ഈ ഡിനോമിനേറ്ററിൽ ആദ്യം വരുന്നത് A സ്ക്വയർ, രണ്ടാമത് വരുന്നത് B സ്ക്വയർ. ആ രൂപത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്ക്, എന്നിട്ട് നമുക്ക് അത് പ്രോബ്ലം ചെയ്യുന്ന കാര്യം ആലോചിക്കാം.